യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഒന്നുകിൽ നിങ്ങൾ, അല്ലെങ്കിൽ ഞാൻ. അത് മതി. ഇനി ഈ മാണിക്യമംഗലത്ത് കാണിച്ചു തരാം ഞാൻ. മുതലാളി, ചായ. ആ, അവിടെ ചെയ്യ്. മുതലാളി എന്നോട് ക്ഷമിക്കണം. എന്താ? ഇന്നലെ രാത്രി ഞാനങ്ങനെ പറഞ്ഞതിന്. ഓ, അതിലിപ്പോ ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ പറയുള്ളൂ. തെറ്റ് ഞങ്ങളുടെ ഭാഗത്താണല്ലോ. നീ ആ മുറി കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് ആലോചിക്കാതെ അവിടെ കിടന്ന് ബഹളുണ്ടാക്കിയത് ഞങ്ങളല്ലേ? നിങ്ങൾക്കതിനുള്ള അധികാരമുണ്ടല്ലോ. നിങ്ങൾ മുതലാളിമാരും ഞാൻ തൊഴിലാളിയാണല്ലോ. ഇവിടെ തൊഴിലാളിന്നോ മുതലാളിന്നൊന്നുമില്ല. ഞാനും ഒരു തൊഴിലാളിയായിട്ടാണ് എന്റെ ജീവിതം ആരംഭിച്ചത്. തെറ്റിനി ആര് ചെയ്താലും തെറ്റ് തന്നെയാ. നീ ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഇനി നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ എന്നോട് ഒന്ന് പറഞ്ഞാൽ മതി, കേട്ടോ? മുതലാളിയുടെ വലിയ മനസ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പോട്ടെ. താങ്ക്സ് മുതലാളി. എന്താ ഏട്ടാ, എന്തിനാ അവള് ഏട്ടനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പോയത്? എന്നാടാ ഓക്കെ, എന്നോട് താങ്ക്സ് പറഞ്ഞൂടെ? പറയാം, പക്ഷെ അതല്ല. ഏതല്ലെന്ന്? അവൾ ആരാ എന്താ എന്നൊന്നും അറിയാതെ നമ്മൾ വെറുതെ തലയിലെടുത്ത് വെക്കണ്ടെന്ന് പറയാം. ആരെ കുറിച്ച് നമുക്ക് എന്തോന്ന് അറിയാന്നാ നീ പറയുന്നത്? നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ അറിയില്ലേ, പിന്നല്ലേ മറ്റുള്ളവരെ കുറിച്ച്? അവരാരാണെന്ന് അവര് പറയുന്നു, നമ്മളത് കണ്ടുടച്ചങ്ങ് വിശ്വസിക്കുന്നു. അല്ല എന്തുവാ? പിന്നെ ഒരു കാര്യം എനിക്കറിയാം, ഇവിടെ ഉള്ള പലരെക്കാളും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാ അവള്. എനിക്ക് ഉറപ്പാത്. ഇനി ആരെന്തൊക്കെ പറഞ്ഞിരുന്നാലും അവളൊരു നേരുള്ള പെണ്ണാ. നിനക്കെന്താടാ അവളോട് വല്ല പ്രശ്നമുണ്ടോ? എനിക്കെന്ത് പ്രശ്നം? അല്ല, അവസരം കിട്ടുമ്പോഴൊക്കെ നീ അവളെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതോ? അല്ല, വേലക്കാരി ആയതുകൊണ്ട് ഞാനൊന്നും സൂക്ഷിക്കണമെന്ന് പറഞ്ഞതാ. വേലക്കാരി ആയതുകൊണ്ട് എന്താ കുഴപ്പം? ഒരു വേലയും ചെയ്യാത്ത നിനക്കൊക്കെ വേലയുടെ വില മനസ്സിലാവൂല. രാവിലെ ഇറങ്ങും മൊബൈൽ എടുത്ത് കുത്തിക്കൊണ്ട്. എടാ, എല്ലാ വേലയ്ക്കും അതിൻ്റെതായ മാന്യത ഉണ്ടറാ. ഈ ഞാൻ തന്നെ എന്തെല്ലാം വേല ചെയ്തിരിക്കുന്നു. തൊഴുത്തും കക്കൂസും കഴുകുന്നത് മുതൽ കള്ളക്കടത്തും കരിഞ്ചന്തയും വരെ ഞാൻ നടത്തിയിട്ടുണ്ട്. എല്ലാത്തിനും എന്റെ മനസ്സിൽ ഒരേ മാന്യതയാ. തൊഴില് നമ്മുടെ ദൈവോടാ, അന്നം തരുന്ന ദൈവം. അതുകൊണ്ട് ഇനി മേലില്ലെങ്കിലും ഈ വേഷവും വേലയും കണ്ട് ആരെയും വിലയിരുത്തരുത്, കേട്ടോ? ഇല്ല. എന്തുവാടി നിന്റെ ഉദ്ദേശം? ഒരുപാടുണ്ട്.
എല്ലാം കൂടി ഇപ്പോ പറഞ്ഞ തീരില്ല. മോളെ ആതിരെ, എന്താ അമ്മേ? അമ്മ തൊഴിലുറപ്പ് പണിക്ക് പോവാ. വൈകിട്ടേ വരൂ. ചോറും കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സമയത്തെടുത്ത് കഴിച്ചേക്കണേ. ശരി. പോട്ടെ. സുനീഷേട്ടൻ എന്തായി കാണിക്കുന്നേ? ഇങ്ങോട്ടോ, ഞാൻ മാറാലടിക്കാം. വേണ്ട ശ്രീലതേ, ഇതെനിക്ക് ചെയ്യാന്നല്ലേ ഉള്ളൂ. കഷ്ടം തന്നെ. ആരോഗ്യമുള്ളൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഈ പണിയൊക്കെ സുനീഷേട്ടൻ തന്നെ ചെയ്യണമല്ലേ? ആര് ചെയ്താലെന്താ? വീട് വൃത്തിയായ പോരെ? സുനീഷേട്ടൻ അതിങ്ങത്താ, ഞാൻ നോക്കാം. വേണ്ട വേണ്ട, ഇതെനിക്ക് ചെയ്യാന്നല്ലേ ഉള്ളൂ. പറ്റില്ല, ഇങ്ങ തന്നെ. വേണ്ട ശ്രീലതേ, ശ്രീലത വീട്, ഞാൻ ചെയ്യാന്ന്. പറയുന്ന കേക്ക്, ഞാൻ ചെയ്തോളാന്ന്. വീട്. അയ്യോ, എന്തുപറ്റി സുനീഷേട്ടാ? കണ്ണിലൊരു പൊടി പോയി. എവിടെ നോക്കട്ടെ? ഏയ് സാരല്ല, നോക്കട്ടെ സുനീഷേട്ടാ, നോക്കട്ടെ. കുഴപ്പമില്ല ശ്രീലതേ. ദേ ഈ കോണിൽ കിടപ്പുണ്ടല്ലോ. അനങ്ങല്ലേ സുനീഷേട്ടാ, ഞാൻ ഊതിത്തരാം. ശ്രീലത വേണ്ട. സുനീഷേട്ടനൊന്ന് അടങ്ങിയിരുന്നേ. പോയി 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 പോയോ? പോയി. ഞാനിപ്പ വരാവേ. ഈ സുനീഷേട്ടന്റെ ഒരു കാര്യം കുഞ്ഞുനാൾ മുതലേ ഇങ്ങനെയാ. ശ്ശോ. അല്ല കമലാക്ഷി, നീ ഇങ്ങനെ കഷ്ടപ്പെട്ട ആ ചെക്കനും പെണ്ണിനും ചിലവിന് കൊടുക്കാതെ അവനും അല്ല പണിക്ക് പറഞ്ഞു വിട്ടൂടെ? അവന് പണിയില്ലെന്ന് ആരാ പറഞ്ഞത്? അവൻ ഒക്കുന്ന പോലെയൊക്കെ അധ്വാനിക്കുന്നുണ്ട്. അവനും അവന്റെ ഭാര്യയും ജീവിക്കുന്നതേ അവന്റെ ചെലവിലാ. അതിന് കമലാക്ഷി എന്തിനാ ചൂടാവുന്നത്? ശാരദ ഒരു നല്ല കാര്യം പറഞ്ഞല്ലേ? ഞാനും ഒരു നല്ല കാര്യം തന്നെയാടി പറഞ്ഞത്. അല്ല കമലാക്ഷി, നിങ്ങളുടെ ബംഗ്ലാവിൽ താമസിക്കുന്ന ആ പെണ്ണും ചെക്കനും ശരിക്കും ഭാര്യയും ഭർത്താവും ആണോ? അതെന്താ അങ്ങനെ ഒരു സംശയം? അല്ല, ആ ചെക്കൻ വലിയ കാശുള്ളടുത്ത പയ്യനല്ലേ? അപ്പോ ഇവിടെ കോളനിയിലൊക്കെ വന്ന് വാടകയ്ക്ക് താമസിക്കണോന്ന് പറയുമ്പോ വല്ല വശപശകം ഉണ്ടോന്ന് ചോദിച്ചതാ. അയ്യ, ഒരു വശപശകവും ഇല്ല. അവര് നല്ല അന്തസ്സുള്ള കുടുംബക്കാരാ. പിന്നെ മനുഷ്യന്റെ ഓരോ സാഹചര്യല്ലേ. എന്റെ മോൻ സുനീഷ് തന്നെ ഈ കോളനിയിൽ ജീവിക്കേണ്ടവനാണോ? അവനെ വേമ്പനാട്ട സന്തതിയാ. നല്ല രാജകുമാരനെ പോലെ ജീവിക്കേണ്ടവൻ. എന്നിട്ടും അവൻ ഈ സാഹചര്യത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ? അവൻ മാത്രമല്ല, അവൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണും കോടീശ്വരിയല്ലേ. അവളും ഇവിടെ തന്നെയല്ലേ ജീവിക്കുന്നത്. എടി, ഒരുമയുണ്ടെങ്കിൽ ആണിനും പെണ്ണിനും എവിടെയാ ജീവിക്കാൻ പറ്റാത്തത്? കണ്ടിട്ടില്ലേ, റെയിൽവേ പാളത്തിന്റെ സൈഡിൽ കൊണ്ടിട്ടിരിക്കുന്ന പൈപ്പിനകത്ത്
ആളുകൾ കുടുംബമായിട്ട് ജീവിക്കുന്നത്.